ഹലോ ഫ്രണ്ട്സ്, ടിജീസ് വേൾഡിലോട്ട് സ്വാഗതം. ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണിയിലാണ്. അപ്പോൾ പുൽക്കൂട്ടിലേക്ക് ഓരോരോ ഐറ്റംസ് നമ്മളെടുത്ത് വെച്ച് തുടങ്ങി. ഇങ്ങനൊരു ചെറിയൊരു പുഴ എന്നൊക്കെ പറയാം. അവിടെ അരികത്തായിട്ട് ഇങ്ങനെ റെഡ് മാല ബൾബാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടൺ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കാറ്റുള്ളത് കൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന കോട്ടൺ പറന്നു പോകും. അപ്പം പറന്ന് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു നമ്മളുടെ സ്റ്റിച്ചിങ് നൂലുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്താണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് കാണാനായിട്ട് രാത്രിയിൽ നല്ല ഭംഗിയാണ്, പകലും രസമാണ് കാണാനായിട്ട്. നല്ല പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഈ നമ്മുടെ ഈ പഞ്ഞി ഇങ്ങനെ മഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്കിലാണ് ഞാൻ. ആദിചേട്ടൻ അവിടെ മാല ബൾബ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുത്തു തന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പുൽക്കൂട്ടിലോട്ട് ഈ പുല്ല് കാണുന്നത് എന്താണെന്ന് പലരുമായിട്ട് എനിക്ക് മെയിലൊക്കെ വഴി ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ അത് ചാമവിത്താണ് ഭാവി മുളപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ചപ്പ് ഭയങ്കര ഒരു ഭംഗിയാണ്. ആ ഒരു പച്ചപ്പ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റണില്ല. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ പുല്ലൊന്നും വേണ്ട, നമുക്ക് സാധാ പോലെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കുറച്ച് വർഷങ്ങളായി അടുപ്പിച്ച് ഇങ്ങനെ ഈ പുല്ല് ചാമ വിതച്ചിട്ട് തന്നെയാണ് പുല്ല് സെറ്റ് ചെയ്യാറ്. അത് കാരണം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റണില്ല. അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും ആ ഒരു പച്ചപ്പ്. പിന്നെ കൊച്ചു കൊച്ചു വീടുകൾ കാണുന്നതൊക്കെ ആൻചേട്ടൻ ഓരോ സീലിംഗ് ഷീറ്റുകൾ ഇങ്ങനെ വേസ്റ്റ് പീസുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഞങ്ങൾ ചാമയുടെ വിത്താണ് പാവിയിരിക്കുന്നത്. കടുകും മറ്റുള്ള വിത്തുകളെക്കാട്ടൊക്കെ നല്ല പച്ചപ്പ് കിട്ടുന്ന ഒരു വിത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ചാമ വിത്ത് പാവുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് ഇപ്രാവശ്യം പുല്ലൊന്നും വെച്ച് പിടിപ്പിക്കേണ്ടെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഈ ഒരു പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ ഈ വിത്ത് പാവി മുളപ്പിച്ചു. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇതേ അവിടെ ആനിച്ചാടെ ഇരുന്ന് മാലൈറ്റ് ഇടുന്നുണ്ട്. നമ്മളീ പുഴ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ചിടില്ല. ഒഴിച്ചിട്ടാൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഭയങ്കര അസൗകര്യമാണ്. ഒഴിച്ചിട്ടാൽ തന്നെയും വെള്ളം അതിൽ നിൽക്കില്ല. എന്നുവെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലീക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ ഇനിയും അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതുവരെയും എൻ്റെ പുൽക്കൂടിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ കമൻറ്റൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ